Kröger war es nicht, Flüchtlinge waren es nicht. Wir kämpfen fürs Vaterland. Für uns. Viele von ihnen sterben. Oder verlieren einen Arm wie Becker Thewe. Und dann kommt jemand. എൻ്റെ പേര് ആർ ബിജു എന്നാണ്. അപ്പം ഞാൻ ഈ ബാനർ ഫിലിം സൊസൈറ്റിയുടെ രൂപീകരണ ഘട്ടം മുതൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. എൻ്റെ നിലവിലതിൻ്റെ സെക്രട്ടറി ആയിട്ട് തുടരുകയാണ്. 2004 മുതലാണ് ആ പ്രവർത്തനം ആരംഭിക്കുന്നത്. 22 വർഷമായി തുടരുന്നൊരു പ്രവർത്തനമാണ്. തിരുവനന്തപുരത്താണ് ജനിച്ചു വളർന്നത്. ഇവിടെ തന്നെയാണ് എൻ്റെ പ്രധാന പ്രവർത്തന മേഖല. ഇപ്പോൾ ബാനറിൻ്റെ സ്ക്രീനിങ് പ്രധാനമായിട്ടും നടക്കുന്നത് ഒരു മാസത്തിൽ ഒരു ദിവസം, ഒരു മൂന്നാമത്തെ ഞായറാഴ്ച എന്ന നിലയിലാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്. രാവിലെ മുതൽ രാത്രി വരെയുള്ള 1 ഡേ ഫെസ്റ്റിവൽ എന്ന നിലയിലാണ് സംഘടിപ്പിക്കുന്നത്. 4 സിനിമകൾ അതിനകത്തുണ്ടാവും. ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന 4 സിനിമകളാണ് അവിടെ കാണിക്കുന്നത്. പ്രവേശനം എന്ന് പറയുന്നത് ബാനറിന് മെമ്പർഷിപ്പുണ്ട്. ഒരു വർഷത്തേക്ക് 300 രൂപ എന്ന് പറയുന്ന ഒരു മെമ്പർഷിപ്പുണ്ട്. പക്ഷേ മെമ്പർഷിപ്പുള്ള ആൾക്കാർക്ക് മാത്രമല്ല പ്രവേശനം, താല്പര്യമുള്ള എല്ലാവർക്കും പ്രവേശനമുണ്ട്. മെമ്പർഷിപ്പ് എടുക്കണമെന്നുള്ള ഒരു നിർബന്ധിത സ്വഭാവത്തിലല്ല. ഈ ബാനറിൻ്റെ ഈ പരിപാടിയിൽ നിരന്തരം വരാൻ പറ്റുന്നവർ അവർ തന്നെ സ്വയം അവസാനം തീരുമാനിക്കും ഇതിൻ്റെ മെമ്പറായി മാറണം. അത്രയും വിലപ്പെട്ട ഒരു വേദിയിലേക്കാണ് ഞങ്ങൾ വരുന്നതെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാകും. 3-4 സ്ക്രീനിങ് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ എൻ്റെ മെമ്പറായി മാറും. വളരെ ചിട്ടയായി കാണിക്കേണ്ടുന്ന കാര്യത്തിന് ആവശ്യമായ തുക കണ്ടെത്തുകയും അത് ചിലവഴിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ 22 വർഷമായി തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു 200 മെമ്പർമാർ എപ്പോഴും പൊതുവെ ഉണ്ടാകാറുണ്ട്. പിന്നെ നഗരമായതുകൊണ്ട് എപ്പോഴും ഈ ആൾക്കാരിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മറ്റ് ജില്ലകളിൽ നിന്ന് വരുന്ന ആൾക്കാരും കൂടി ഉള്ള, എന്നാലും 200 കുറയാതെ എപ്പോഴും മെമ്പർമാരിങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കും. Woher willst du das wissen? Habe ich gehört. Von wem hat die Flüchtlinge gesehen, die Paul Kröger mitgebracht hat? Also hat Paul Kröger das erzählt? Nein. Einer von den Flüchtlingen? നഗരത്തിൽ നിന്നൊരു 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു തീരദേശത്തിനടുത്ത് വരുന്ന ഒരു പ്രദേശമാണ് മുട്ടത്തറ എന്ന് പറയുന്ന പ്രദേശത്ത്. അവിടുത്തെ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം കൂടി ചേർന്നാണ് അതിൻ്റെ ആരംഭത്തിലേക്ക് വരുന്നത്. ഫിലിം സൊസൈറ്റിയിലേക്ക് നയിക്കുന്നത് തിരുവനന്തപുരം നഗരം ഫിലിം സൊസൈറ്റികളുടെ ഫെസ്റ്റിവലുകളുടെ നഗരം കൂടിയാണ്. ഫിലിം സൊസൈറ്റികളുടെ ചരിത്രം ആരംഭിക്കുന്ന ചിത്രലേഖ ഫിലിം സൊസൈറ്റി തിരുവനന്തപുരത്താണ് രൂപം കൊടുക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണനും കുളത്തൂർ ഭാസ്കരൻ നായരൊക്കെ ചേർന്നുണ്ടായ ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ ആരംഭം മുതലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ മണ്ണാണ് തിരുവനന്തപുരം നഗരം. 30ഓളം ഫിലിം സൊസൈറ്റികൾ പല ഘട്ടങ്ങളിൽ ഏറിയും കുറഞ്ഞുമായിട്ടുള്ള പ്രവർത്തനം നടന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് സിനിമ കണ്ട് പരിശീലിക്കുന്നത് ഈ ഫിലിം സൊസൈറ്റികളുടെ സ്ക്രീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ആണ് ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തനം ശരിക്കും അതൊരു സമൂഹത്തിൻ്റെ ഒരു സാംസ്കാരിക മേഖലയിലെ പ്രവർത്തനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതായിട്ട് ബോധ്യപ്പെട്ട ഒരു ഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങനത്തെ ഒരു സാമൂഹ്യ ഘടകം ഫിലിം സൊസൈറ്റിയും വഹിക്കുന്നു, അതിൻ്റെ പങ്ക് മനസ്സിലാവുന്നു എന്നുള്ളത് കൊണ്ടാണ് ബാനറിൻ്റെ പ്രവർത്തനത്തിലേക്ക് കയറുന്നത്. ബാനറിൻ്റെ ശ്രദ്ധ ഇപ്പോൾ ബൈസിക്കിൾ തീസ് ലോകത്തെ എക്കാലത്തെയും മികച്ച സൃഷ്ടിയാണ്. പക്ഷെ അതെല്ലാവർക്കും, ഗൗരവമായി സിനിമ കാണുന്ന എല്ലാവർക്കും കാണാൻ അവസരം കിട്ടിയിട്ടുള്ള സിനിമയാണ്. ബാനറും അത് കാണിക്കുന്നത്. പക്ഷേ അതേ സ്ഥാനത്ത് വരുന്ന തത്തുല്യമായ മറ്റ് സിനിമകളുണ്ട്. എന്നുവെച്ചാൽ കാണാൻ അവസരം കുറഞ്ഞ സിനിമകൾ, അതേപോലെ തന്നെ കാണേണ്ടുന്ന സിനിമകൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൻ്റെ മാനദണ്ഡം അങ്ങനെയായി ബാനർ കൊണ്ടുവരികയാണ്. കാണേണ്ടുന്ന സിനിമകൾ, കാണാൻ ലഭ്യത കുറഞ്ഞ സിനിമകൾ, അത് ലോകത്തെവിടെന്തെങ്കിലും തേടി പിടിച്ച് കൊണ്ടുവന്ന് കാണിക്കുക, ചർച്ച ചെയ്യുക, അങ്ങനത്തെ ഒരു ദൗത്യമാണ് യഥാർത്ഥത്തിൽ ബാനർ അന്നും ഇന്നും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ സാംസ്കാരിക നിലവാരം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉയർന്നതാണ് എന്ന് കേരളം പല ഘടകങ്ങളിൽ നമ്മൾ അഭിമാനിക്കാറുണ്ട്. മറ്റിടങ്ങളെക്കാൾ ഒരു മലയാളിയായി അഭിമാനബോധമുള്ള
ആൾക്കാർ പറയാറുണ്ട്. ഈ അഭിമാനബോധത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് മനുഷ്യന് നിരക്കുന്ന പ്രവൃത്തി മറ്റിടങ്ങളെക്കാൾ കൂടുതൽ ചെയ്യാൻ അവസരം കിട്ടി, അങ്ങനെ മനുഷ്യന് നിരക്കുന്ന ജീവിതം ആർജിച്ചെടുക്കാൻ അവസരം കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മനുഷ്യനായി മാറാൻ വേണ്ടിയുള്ള ഒരു കൂട്ടായ ശ്രമത്തിൽ വിജയിച്ച ആളുകൾ അധികമുള്ള ഒരു സംസ്ഥാനം ആണ് കേരളം. അതിനകത്ത് ഇപ്പോൾ കുറവ് വരുന്നുണ്ട്, പക്ഷേ നമ്മളെല്ലാം ആ അഭിമാനത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ചെയ്യേണ്ടുന്ന പ്രവൃത്തി ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തിയത് സമാനമായ പ്രവർത്തനങ്ങൾ നമ്മുടെ തലമുറകളൊക്കെ ഏറ്റെടുത്തത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മുടെ പ്രവർത്തനം വരുന്നത്. നമ്മൾ സൃഷ്ടിച്ചതല്ല, നമ്മൾ വളരെ ശക്തമായ ഒരു അടിത്തറയിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മൾ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം അത്രയും ബലത്ത അടിത്തറയിൽ നമുക്ക് പാകിത്തന്നു എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ അതിൻ്റെ പുറത്ത് നിന്ന് ബാനറിനെ പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് വളരെ സുഗമമായി പ്രവർത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ സിനിമയുടെ ലഭ്യതയുടെ കാര്യം പറഞ്ഞു. ഇന്ന് സിനിമ ലഭിക്കാൻ വളരെ എളുപ്പമാണ്. ഒരു കാലത്ത് അങ്ങനെ കിട്ടില്ല. എംബസികളിൽ നിന്ന്, പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, ആർക്കൈവ്സിൽ നിന്ന് വലിയ ഫിലിം പെട്ടികൾ ചുമന്ന് കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച അനുഭവങ്ങൾ പലരും പങ്കുവെക്കാറുണ്ടല്ലോ. അത്തരം ഒരു ഘട്ടത്തിലല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. കുറച്ചുകൂടി ഈസിയായി നമ്മുടെ കയ്യിൽ സിനിമ കിട്ടുകയാണ്. കുറച്ചുകൂടി സൗകര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം അതിന്മേൽ നിന്നാണ്. പക്ഷേ അത്രയും ത്യാഗം ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ച ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിനകത്ത് ചോർച്ച ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം എന്നു തോന്നുന്നു. അങ്ങനത്തെ ഒരു മനസ്സിലാക്കലിൽ നിന്ന് പ്രവർത്തിക്കാൻ നമ്മളെയൊക്കെ പ്രേരിപ്പിക്കുന്നത് ഈ പ്രവർത്തനം ഈ നാടിന്, ഈ സമൂഹത്തിന്, ഞാൻ ഉൾപ്പെട്ട സമൂഹത്തിന് എനിക്കും ആവശ്യമാണ് എന്നുള്ള ബോധ്യത്തിൽ അത് എന്നെ പ്രേരിപ്പിക്കുന്നുണ്ട്. ആ പ്രേരണയാണ് യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഘടകം. കേരളത്തിൻ്റെ സാംസ്കാരിക നിലവാരം വളർത്തിയെടുക്കുന്നതിൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ 1965 മുതൽ ഇത്രയും നീണ്ടകാലത്തെ പ്രവർത്തന അടിത്തറ പരിശോധിച്ചാൽ അത് വ്യക്തമാണ്. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നതിനെ കാണുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ഫിലിം സൊസൈറ്റി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മാറാൻ ബാനറിനും ചെറിയ അളവിൽ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കരുതുന്നത്. ഇന്നും ഫിലിം സൊസൈറ്റികൾ പലതും നിർജ്ജീവമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫിലിം സൊസൈറ്റിയുടെ ആവശ്യകത എന്താണ് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരുമല്ലോ. എന്തിനു വേണ്ടിയാണ്? സിനിമ കാണിക്കാനാണെങ്കിൽ ഇത്രയും ത്യാഗമൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ തിയേറ്ററിൽ പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കാശ് കൊടുത്തു കഴിഞ്ഞാൽ സിനിമ ഏത് തീരുമാനിക്കുന്ന സിനിമ കാണാൻ പറ്റും. ലോകത്ത് എവിടെ ഉള്ള സിനിമകളും കാണാൻ പറ്റും. ഫിലിം സൊസൈറ്റികൾ യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു സിനിമ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ നല്ല സിനിമയിൽ കിട്ടുന്ന ഒരു ജീവിത അനുഭവങ്ങളുണ്ട്, സാമൂഹ്യ ബോധത്തിൻ്റെ ഒരു വശമുണ്ട്. ആ ബോധം ആർജിച്ചെടുക്കുക എന്ന് പറയുന്ന ഒരു തലമുണ്ട്. നമ്മളെയൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെട്ട മനുഷ്യനാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടലായിരിക്കണം ഓരോ കലാസൃഷ്ടികളും നയിക്കുന്ന പങ്ക്. സിനിമയ്ക്ക് അതിന് വലിയ സ്ഥാനമുണ്ട്, വലിയ പങ്കും വഹിക്കാനുണ്ട്. അങ്ങനത്തെ ഒരു കാഴ്ചയുടെ ഒരു സംസ്കാരം വളർത്തിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അത് ബോധപൂർവമായി ചെയ്യേണ്ടി വരും. അത് ബാനർ വളരെ ഭംഗിയായി വിജയകരമായി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ നാട് യഥാർത്ഥത്തിൽ ഇത്തരം പ്രവർത്തനങ്ങളെ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നില്ല. ഇത്തരം പ്രവർത്തനങ്ങളുടെ ആവശ്യകത ഉണ്ടോ എന്നുള്ള വലിയ ചോദ്യം എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു കാലം കൂടിയാണ്. എന്തിനാണ് ഇങ്ങനത്തെ പ്രവർത്തനങ്ങളുടെ ആവശ്യകത? എല്ലാവർക്കും അവരവർക്ക് സിനിമ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടു പൊക്കൂടെ, അവരങ്ങ് കാണൂലേ. നിങ്ങളെന്തിനാ ഇങ്ങനെയൊക്കെ സമയം ചെലവഴിച്ച് ഇങ്ങനെയുള്ള വേദി ഒരുക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുന്ന കാലം കൂടിയാണ്. അങ്ങനെ ചോദിക്കാറുണ്ട് പലരും. പക്ഷെ അങ്ങനെയല്ല മനുഷ്യൻ ഇവിടം വരെ എത്തിയത്. മനുഷ്യന് മുന്നോട്ട് പോകണമെങ്കിൽ വളരെ കൂട്ടായ ഒരുപാട് പരിശ്രമങ്ങൾ ഇനിയും ആവശ്യമാണ്. ആ കൂട്ടായ്മയിലൂടെ മനുഷ്യനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വെറും മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു മനുഷ്യൻ, കലയും സംസ്കാരവും സിനിമയും സാഹിത്യവും ഇതെല്ലാം കൂടി ചേർന്നതാണ് നല്ലൊരു മനുഷ്യനെന്ന് പറയുന്നത്. അപ്പോൾ ആ മനുഷ്യന് ഈ പ്രവർത്തനങ്ങൾ, ഇത്തരം വേദികൾ ആവശ്യമാണ്. അപ്പോൾ ആ ഒരു
ആവശ്യകത ബോധ്യപ്പെടുത്താൻ കൂടി നമ്മൾ തയ്യാറായി പ്രവർത്തനം ഏറ്റെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യകതയെക്കുറിച്ച്. അല്ലാതെ ഇതങ്ങ് വെറുതെ അങ്ങ് മുന്നോട്ട് പോവില്ല. ആ ബോധ്യം പ്രവർത്തിക്കാൻ ഉള്ള ഊർജ്ജമായിട്ട് പ്രവർത്തിക്കണം. അത് ബോധ്യപ്പെടുത്താവുന്നതിൽ വിജയിക്കുകയാണെങ്കിൽ സമൂഹം അത് ഏറ്റെടുക്കുകയും ചെയ്യും. പുതിയ തലമുറയാണ് ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളവർ. അവർക്ക് തിയേറ്ററുകളിലോ ഫിലിം സൊസൈറ്റികളുടെ സ്ഥലത്തോ വരേണ്ടുന്ന ആവശ്യമില്ലാത്തൊരു വിഭാഗം ചെറുപ്പക്കാരാണ്. പക്ഷേ ഒരു സിനിമ ഒറ്റയ്ക്കിരുന്ന് കാണുന്നതും കൂട്ടായിരുന്ന് കാണുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒറ്റയ്ക്കൊരു സിനിമ കണ്ട് വിലയിരുത്തുന്നതും അത് കൂട്ടായി ചർച്ച ചെയ്ത് കിട്ടുന്ന ഒരറിവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടായ കാഴ്ചയുടെയും കൂട്ടായ മനസ്സിലാക്കൽ പങ്കിടുന്നതിൻ്റെ ഒരു വേദി എന്ന നിലയിൽ ഫിലിം സൊസൈറ്റി പകർന്നു കൊടുക്കുന്ന ഒരു സാധ്യത അത് എല്ലാ തലമുറയ്ക്കും സ്വീകരിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കാവുന്നതാണ്. അത് ബാനറിൻ്റെ വേദിയിൽ അത് വളരെ പ്രകടമായി നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ വരവിലൂടെ തന്നെ. ബാനറിൻ്റെ സംഘാടകരിൽ നല്ലൊരു ശതമാനം ചെറുപ്പക്കാരായ സംഘാടകരുണ്ട്, അവരുടെ സുഹൃത്തുക്കളുണ്ട്, നഗരങ്ങളിലെ കോളേജുകളിലെ സ്റ്റുഡൻസ് വരുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലുള്ള ആൾക്കാരും ബാനറിൻ്റെ വേദിയിലേക്ക് വരാറുണ്ട്.